Rheoptics Part 3. Derivation of refractive index of prism. Prismത്തിന്റെ refractive index കാണാനുള്ള derivation. Prism ABC ആണുള്ളത്. Ray of incident നമ്മൾ നീല കളറിലുള്ള ലൈറ്റ് റേ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഫിഗറിൽ റേ നമുക്ക് കാണാം. രണ്ട് നോർമൽ വരച്ചിട്ടുണ്ട്. I1 I2 angle of incidence ആണ്. R1 R2 angle of refraction ആണ്. അതുപോലെ തന്നെ D എന്ന് പറയുന്നത് ഡീവിയേഷൻ ആണ്. D എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ട് നോർമലുകൾ ജോയിൻ ചെയ്യുന്ന പോയിന്റ് N എന്നാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കാം, ആംഗിൾ എയും ആംഗിൾ N തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൽ R1 R2 N തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും 180 ഡിഗ്രിയാണ്. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? R1 R2 കൂടി കൂട്ടി അത് എക്ക് ഈക്വലാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഡീവിയേഷൻ ഡിക്കുള്ള ഒരു എക്സ്പ്രഷൻ കൊടുക്കുകയാണ്. നമുക്കറിയാം എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് D is equal to I1 minus R1 plus I2 minus R2 എന്ന് എഴുതാം. ഇതിൽ ഡി എ വിളിക്കുന്ന പേരാണ് ഡീവിയേഷൻ. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് I1 I2 ആദ്യം എഴുതി I1 പ്ലസ് I2 മൈനസ് R1 മൈനസ് R2. ഈ മൈനസ് R1 മൈനസ് R2 മൈനസ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് D is equal to I1 പ്ലസ് I2 മൈനസ് ഓഫ് R1 പ്ലസ് R2 എന്ന് എഴുതാം. R1 പ്ലസ് R2വിൻ്റെ വാല്യൂ എ ആണെന്ന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 അറിയാം. അപ്പോൾ R1 പ്ലസ് R2വിന് പകരം നമ്മൾ എ കൊടുക്കുന്നു. അപ്പോൾ D is equal to I1 plus I2 minus A എന്ന് കിട്ടി. നമ്മൾ പറയുന്നു അറ്റ് എ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് ഈസ് മിനിമം. ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഡീവിയേഷൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിനിമം ആയിരിക്കും. ആൻഡ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ഈ ഡീവിയേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അറ്റ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനിൽ I1 I2 Iക്ക് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ R1 R2 Rന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്തായിട്ട് മാറും? R പ്ലസ് R ഇസ് ഈക്വൽ ടു എ, അതായത് 2R ഇസ് ഈക്വൽ ടു എ എന്നായി. അതുപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 2 എന്തായിട്ട് മാറും? ഡിക്ക് സ്മോൾ ഡിക്ക് വരെ നമ്മൾ ക്യാപിറ്റൽ ഡി കൊടുക്കുന്നു. I1 പ്ലസ് I2 എന്നുള്ള I പ്ലസ് I, അതായത് 2I മൈനസ് എ. അപ്പോൾ ഇതിൽ നിന്ന് 2I ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? എ പ്ലസ് ഡി കിട്ടി. ഇതിൽ നിന്ന് I ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബൈ 2. നമുക്ക് സ്നെൽസിലും അറിയാം N ഈസ് ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ ആണ്. ഐക്ക് പകരം നമ്മൾ എ പ്ലസ് ഡി ബൈ 2 കൊടുക്കുന്നു, ആറിന് പകരം എ ബൈ 2 കൊടുക്കുന്നു. അപ്പോൾ നമ്മളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസത്തിനുള്ള ഫോർമുല കിട്ടി. N ഈസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി ബൈ 2 ബൈ സൈൻ എ ബൈ 2. അടുത്തത് ID കർവാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഡീവിയേഷനും തമ്മിലുള്ള കർവ്. അതിൽ എക്സ് ആക്സിസിൽ I കൊടുക്കുന്നു, വൈ ആക്സിസിൽ D കൊടുക്കുന്നു. കർവിൻ്റെ ഷേപ്പ് നമുക്ക് കാണാം. ഇത് ഏറ്റവും താഴെയായിട്ടുള്ള ആ പോയിന്റിൽ നമ്മളൊരു ലൈന് വൈ ആക്സിസിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള I ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ കോൺവെക്സ് സർഫസ്. നമ്മൾ ഒരു കോൺവെക്സ് റിഫ്രാക്റ്റിംഗ് സർഫസ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഓയിൽ നിന്ന് ഒബ്ജക്റ്റ് ആണ്, അതിൽ നിന്ന് ഒരു റേ പോകുന്നു. എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇമേജ് Iയിൽ കാണാം. പിന്നെ N എന്ന് പറയുന്ന ഒരു നോർമൽ വരയ്ക്കുന്നുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I അടയാളപ്പെടുത്തിയത് നമുക്ക് കാണാം. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R അടയാളപ്പെടുത്തിയത്, പിന്നെ ആംഗിൾസ് ആൽഫ അതുപോലെ തന്നെ ബീറ്റ ഗാമ അടയാളപ്പെടുത്തിയത് നമുക്ക് കാണാം. ഇനി സ്നെൽസ് ലോ പ്രകാരം നമുക്കറിയാം N2 ബൈ N1 ഈസ് ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ ആണ്. ഐയുടെ വാല്യൂ ആറിൻ്റെ വാല്യൂ സ്മോൾ ആയതുകൊണ്ട് സൈൻ ഐക്ക് I എന്ന് എഴുതാം, സൈൻ ആറിന് R എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ N2 ബൈ N1 ഈസ് ഈക്വൽ ടു I ബൈ R. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കെന്ന് കിട്ടി? N1 I ഈസ് ഈക്വൽ ടു N2 R എന്ന് കിട്ടി. ഇനി നമുക്ക് Iക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ I ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? ആൽഫ പ്ലസ് ഗാമ എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ആറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഗാമ മൈനസ് ബീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ N1 ഇൻറ്റു ആൽഫ പ്ലസ് ഗാമ ഇസ് ഈക്വൽ ടു N2 ഇൻറ്റു ഗാമ മൈനസ് ബീറ്റ. ഇനി ആൽഫ ബീറ്റ ഗാമയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ N1 ഇൻറ്റു ആൽഫയ്ക്ക് പകരം നമ്മൾ ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന ഫോർമുല പ്രകാരം ആൽഫ ഇസ് ഈക്വൽ ടു AP ബൈ PO.
അതുപോലെ തന്നെ ഗാമ എന്ന് പറഞ്ഞാൽ AP/PC ആണ്, ബീറ്റ എന്ന് പറഞ്ഞാൽ AP/PI ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഈ രീതിയിലായി മാറി. N1 × AP/PO plus AP/PC is equal to N2 × AP/PC minus AP/PI. എല്ലാറ്റിനും നമ്മൾ AP ഒഴിവാക്കി. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഈ രീതിയിലായി മാറി. N1 × 1/PO plus 1/PC is equal to N2 × 1/PC minus 1/PI. ഇനി PO, PC, PIക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. POന്റെ വാല്യൂ പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം U ആണ്, അതിൻ്റെ വാല്യൂ മൈനസ് വാല്യൂ ആണ് -U. അതുപോലെ തന്നെ പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരമാണ് V, റൈറ്റ് സൈഡിലായതുകൊണ്ട് പ്ലസ് ആണ്. പോളിൽ നിന്ന് സിയിലേക്കുള്ള ദൂരമാണ് PC ആണ് R വരുന്നത്. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടി N1 × 1/-U plus 1/R is equal to N2 × 1/R minus 1/V. ഇനി നമ്മൾ N1 ആയിട്ട് ഫസ്റ്റ് ടേമിനെ 2 മൾട്ടിപ്ലൈ ചെയ്തു, സെക്കൻഡ് ടേമിനെ N2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഫൈനൽ ഫോമുല കിട്ടി. N2/V minus N1/U is equal to N2 minus N1/R. ഇതാണ് റിഫ്രാക്ഷൻ അറ്റ് എ കോൺവെക്സ് സർഫസിനുള്ള ഫോമുല. ഇനി ലെൻസ് മേക്കേഴ്സ് ഫോമുല എന്താ നോക്കാം. നമുക്കറിയാം റിഫ്രാക്ഷൻ അറ്റ് എ കോൺവെക്സ് സർഫസിൻ്റെ ഫോമുല അറിയാം. N2/V minus N1/U is equal to N2 minus N1/R ആണ്. നോക്കുക, രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസ് ACBയും അതുപോലെ തന്നെ ADC. ACB മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇമേജ് I' ഫോം ചെയ്യുന്നത്. ADBയും കൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നത് I-ലാണ്. അപ്പോൾ നമ്മൾ ACB എന്ന സർഫസ് മാത്രം കൺസിഡർ ചെയ്യണം. അപ്പോൾ മുകളിലത്തെ ഫോമുല ഏത് രീതിയിലായി മാറും നോക്കുക. വിക്ക് പകരം അവിടെ വരുന്ന ഏതാണ് V', ബാക്കി മാറ്റൊന്നുമില്ല. അപ്പോൾ നമുക്ക് N2/V' minus N1/U is equal to N2 minus N1/R1 കിട്ടി. ഇനി അടുത്ത സർഫസ് കൺസിഡർ ചെയ്യുന്നത് ഫോർ ADB ആകുമ്പോൾ ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് N2വിൽ നിന്ന് N1ലേക്കാണ്. അപ്പോൾ N1ഉം N2 അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ യുവിൻ്റെ വാല്യൂ V' ആയി മാറും. അപ്പം നമ്മളെ ഇക്വേഷൻ ഈ രീതിയിലായി മാറി. N1/V minus N2/V' is equal to N1 minus N2/R2. ഇനി ഇത് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് N2/V' വെട്ടിപ്പോവും. പിന്നെ കിട്ടുന്നത് N1/V minus N1/U is equal to രണ്ടും കോമൺ ആയിട്ട് N2 minus N1 എടുത്തു. ബ്രാക്കറ്റിൽ വരുന്നത് 1/R1 minus 1/R2. ആ ഇക്വേഷൻ എല്ലാറ്റിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ N1 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എല്ലാ ടേമിന്. അപ്പോൾ ഫസ്റ്റ് ടേമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ N1/N1B എന്ന് പറയുമ്പോൾ N1 ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് 1/V കിട്ടി. സെക്കൻഡ് ടേം 1/U ഇസ് ഈക്വൽ ടു നമുക്കെന്ത് കിട്ടി N2/N1 മൈനസ് N1/N1 എന്ന് പറഞ്ഞാൽ 1 കിട്ടി ഇൻറ്റു 1/R1 മൈനസ് 1/R2. N2/N1 നമുക്ക് N കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഈ രീതിയിലായിട്ട് മാറി. 1/V minus 1/U is equal to N minus 1 into 1/R1 minus 1/R2. ഇനി U ഇൻഫിനിറ്റിയിലാവുമ്പോൾ വിയുടെ വാല്യൂ F ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ആയിട്ട് മാറി. 1/F minus 1/infinity is equal to N minus 1 into 1/R1 minus 1/R2. അപ്പോൾ നമുക്ക് ഫൈനൽ ഫോമുല കിട്ടി. 1/F is equal to N minus 1 into 1/R1 minus 1/R2. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോമുല. അടുത്തത് തിൻ ലെൻസ് ഫോമുലയാണ്. അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോമുല പ്രകാരം നമുക്കറിയാം 1/V minus 1/U is equal to N minus 1 into 1/R1 minus 1/R2 എന്നുള്ളത് നമ്മൾ ഫോമുല പഠിച്ചിട്ടുണ്ട്. ലെൻസ് മേക്കേഴ്സ് ഫോമുല പ്രകാരം എന്താണ് 1/F is equal to N minus 1 into 1/R1 minus 1/R2 ആണ്. രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 1/V minus 1/U is equal to 1/F. ഇതാണ് ഏത് വരുന്നത് തിൻ ലെൻസ് ഫോമുല. ലീനിയർ മാഗ്നിഫിക്കേഷൻ ഓഫ് ലെൻസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സൈസ് ഓഫ് ഇമേജ് ടു സൈസ് ഓഫ് ഒബ്ജക്റ്റ്. അതായത് M is equal to V/U. പവർ ഓഫ് ലെൻസ് ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ്. ഫോക്കൽ ലെങ്ത്തിനെ മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ, അതായത് P is equal to 1/F. F എന്തിലായിരിക്കണം മീറ്ററിലായിരിക്കണം. അതിൻ്റെ SI യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. നിറാലി സ്കാറ്ററിംഗ് ലോ. Intensity of scattered light is inversely proportional to fourth power of wavelength. Scattered light in the intensity
വേവ് ലെങ്ത്തിൻ്റെ 4th പവറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, അതായത് I പ്രൊപ്പോർഷണൽ ടു 1/λ⁴. ഈ കോമ്പിനേഷൻ ഓഫ് ലെൻസസ് നമുക്ക് തിൻ ലെൻസ് ഫോർമുല അറിയാം. 1/b - 1/u = 1/f ആണ്. രണ്ട് ലെൻസുകൾ വെക്കുന്നു, എയും ബിയും. എ മാത്രം വെക്കുമ്പോൾ ഇമേജ് I1-ലാണ് ഫോം ചെയ്യുന്നത്, ബിയും കൂടി വെക്കുമ്പോൾ ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നത് I-യിലാണ്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ലെൻസ് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മളെ ലെൻസ് ഫോമിൽ എന്തായിട്ട് മാറും? 1/v1 - 1/u = 1/f1. സെക്കൻഡ് ലെൻസും കൂടി വെക്കുന്ന സമയത്ത് ഇക്വേഷൻ എന്തായിട്ട് മാറി? 1/v - 1/v1 = 1/f2. തമ്മിൽ ആഡ് ചെയ്യുന്നു, അപ്പോൾ 1/v 1/v ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/v - 1/u = 1/f1 + 1/f2. 1/v - 1/u 1/f ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/f = 1/f1 + 1/f2. അതാണ് ലെൻസുകളെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കാണാനുള്ള ഫോമുല ഇതാണ്. 1/f = 1/f1 + 1/f2. ഇനി പവർ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമുക്കറിയാം 1/f എന്ന് പറഞ്ഞാൽ പവറാണ്. അപ്പോൾ P = P1 + P2. അപ്പോൾ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യാണ് ചെയ്യുക. ഇനി നമ്മൾ മാഗ്നിഫിക്കേഷൻ ആണെങ്കിൽ നോക്കാം. M = എന്താണ്? M1 × M2. മാഗ്നിഫിക്കേഷൻ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഇനി എന്താണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്? സ്പ്ലിറ്റിംഗ് ഓഫ് സൺലൈറ്റ് ഇൻ ടു കമ്പോണന്റ് കളേഴ്സ് വെൻ ഇറ്റ് പാസസ് ത്രൂ പ്രിസം. പ്രിസത്തിലൂടെ സൺലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റെ കമ്പോണന്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ. അതിൽ വയലറ്റ് ആണ് ഡീവിയേറ്റ് ചെയ്യുന്നത് മോസ്റ്റായിട്ട്, അതുപോലെ തന്നെ റെഡ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രിസത്തിലൂടെ സൺലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് കടത്തി വിടുമ്പോൾ നമുക്കറിയാം വിബ്ജിയർ, അതിൽ വയലറ്റ് ഡീവിയേറ്റ്സ് മോർ ആൻഡ് റെഡ് ഡീവിയേറ്റ്സ് ലീസ്റ്റ്. ബ്ലൂ കളർ ഓഫ് സ്കൈ. ഇറ്റ് ഈസ് ഡ്യൂ ടു സ്കാറ്ററിംഗ് ഓഫ് സൺലൈറ്റ് അറ്റ് മോളിക്യൂൾസ് ഓഫ് അറ്റ്മോസ്ഫിയർ. സ്കാറ്ററിംഗ് നടക്കുന്നു. അപ്പോൾ ഷോർട്ടർ വേവ് ലെങ്ത് ലൈക്ക് ബ്ലൂ സ്കാറ്റേഴ്സ് മോർ. ബ്ലൂവിന് വേവ് ലെങ്ത് കുറവായതുകൊണ്ട് മോർ സ്കാറ്ററിംഗ് വരുന്നു. സോ സൺ അപ്പിയേഴ്സ് ബ്ലൂ. ഇനി റെഡ് കളർ അറ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. അറ്റ് സൺസെറ്റ് ആൻഡ് സൺറൈസ് സൺലൈറ്റ് ഹാസ് ടു ട്രാവൽ ഗ്രേറ്റർ ഡിസ്റ്റൻസ്. സൺസെറ്റിനും സൺസെറ്റ് റൈസിൻ്റെയും സമയത്ത് സണ്ണിന് കൂടുതൽ ദൂരം സഞ്ചരിക്കണം. ലൈറ്റ് ഹാവിങ് ഷോർട്ടർ വേവ് ലെങ്ത് സ്കാറ്റേഴ്സ് മോർ. ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പോകുന്നുണ്ട്. റെഡ് വിത്ത് ലോങ്ങർ വേവ് ലെങ്ത് സ്കാറ്റേഴ്സ് ലെസ്. റെഡിന് വേവ് ലെങ്ത് ലോങ്ങർ ആയതുകൊണ്ട് കുറച്ച് സ്കാറ്റർ ചെയ്യുള്ളൂ. ആൻഡ് റീച്ചസ് എർത്ത്.